أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا رأوك إن يتخذونك إلا هزوا أهذا الذي بعث الله رسولا إن كاد ليضلنا عن آلهتنا لولا أن صبرنا عليها وسوف يعلمون حين يرون العذاب من أضل سبيلا. സൂറത്തുൽ ഫുർഖാൻ 41-2. വഇദാ റഔക, അവർ താങ്കളെ കണ്ടാൽ, ഈ യത്തഖിദൂനക, അവർ താങ്കളെ സ്വീകരിക്കുന്നില്ല, ഇല്ലാ ഹുസുവ, പരിഹാസമായിട്ടല്ലാതെ. അഹാദ, ഇവനാണോ, അല്ലദീ ബഅസല്ലാഹു, അല്ലാഹു നിയോഗിച്ചിരിക്കുന്നത്, റസൂലായിട്ട്. അവൻ നമ്മെ വഴിതെറ്റിക്കാറായിരിക്കുന്നു, അൻ ആലിഹത്തിന, നമ്മുടെ ദൈവങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങളിൽ നിന്ന്. ലൗല അൻ സബർന അലൈഹ, അവയ്ക്ക് മേൽ നാം ക്ഷമിച്ച് അല്ലെങ്കിൽ ഉറച്ചു നിന്നില്ലായിരുന്നുവെങ്കിൽ. വസൗഫ യഅലമൂന, പിന്നീട് അവർ അറിയുന്നതാണ്. ഹീന യറൗനൽ അദാബ, അവർ ശിക്ഷ കാണുന്ന ദിവസം. മൻ അളല്ലു സബീല, ആരാണ് ഏറ്റവും വഴിപിഴച്ചവൻ എന്ന്. നേരത്തെ 31-ാമത്തെ ആയത്തിൽ വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ, കുറ്റവാളികളിൽ നിന്ന് എല്ലാ നബിമാർക്കും ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ശത്രുക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പറയുകയായിരുന്നു. ഖാലല്ലദീന കഫറൂ ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജംലത്തൻ വാഹിദ. പിന്നെയും പറഞ്ഞു ചോദ്യങ്ങൾ. പിന്നെ അതിന് കഥ പറഞ്ഞു കൊടുത്തു, മുമ്പ് കഴിഞ്ഞ സമൂഹങ്ങളുടെ ഒക്കെ. ഇനി ആ കുറ്റവാളികൾ പറഞ്ഞിരുന്ന മറ്റൊരു ചോദ്യവും അതിനോടുള്ള പ്രതികരണവുമാണ് ഇവിടെ ഉള്ളത്. ഈ ആയത്തിൽ പറയുന്ന സംഭവത്തിന്റെ അവതരണ പശ്ചാത്തലമായി പറയപ്പെടുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോടൊപ്പം നടന്നു പോകുമ്പോൾ പരിഹസിച്ചുകൊണ്ട് അബൂജഹൽ പറഞ്ഞത്രേ, അഹാദല്ലദീ ബഅസല്ലാഹു റസൂല, ഇവനെയാണോ അല്ലാഹു തആല നമുക്ക് റസൂലായിട്ട് അയച്ചിരിക്കുന്നത് എന്ന്. ഇങ്ങനെ പല സംഭവങ്ങളും അന്ന് നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി പരിഹസിക്കുക. ഇത് പരിഹസിക്കുന്ന അബൂജഹലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണ് എന്ന് അറിയാഞ്ഞിട്ടാണോ? അല്ല, പകരം അഹങ്കാരവും അസൂയയും നിമിത്തമാണ്. ഒരിക്കൽ അങ്ങാടിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹലിനെ മുസാഫഹത്ത് ചെയ്തു, കൈ കൊടുത്തു. അത് കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പോയപ്പോ കണ്ടു നിൽക്കുന്ന ഒരാൾ അബൂജഹലിനോട് ചോദിക്കുകയാണ്, ആ സാബി നിനക്ക് മുസാഫഹത്ത് ചെയ്തല്ലോ എന്ന്. ആ സാബി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പഴച്ചവൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള വാക്കാണ്. അപ്പൊ അബൂജഹൽ പറയുന്നുണ്ട്, എനിക്കറിയാം അവൻ അള്ളാഹുവിന്റെ റസൂല. പിന്നെ എന്താണ് അംഗീകരിക്കാത്തതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ കാര്യം ഗോത്ര വ്യത്യാസമാണ്. ബനു ഹാഷിമും ഞങ്ങളും ബനു അബ്ദുമനാഫും തമ്മിൽ എന്നും മത്സരമാണ്. ഇപ്പൊ അവര് പറയുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹ് അയച്ച റസൂലുണ്ടെന്ന് എല്ലാവരും അംഗീകരിക്കണം. അതെങ്ങനെ സമ്മതിക്കാൻ പറ്റും? ഇങ്ങനെയുള്ള ദുർവാശി ഒക്കെയായിരുന്നു അബൂജഹലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അലട്ടിയിരുന്നത്.
പക്ഷെ എന്നിട്ട് അയാൾ പരിഹസിക്കുന്നതോ റസൂല് മോശമാണ് എന്ന നിലയിലാണ്. അതിന്റെ കാരണം ആളുകളെ അയാൾക്ക് തെറ്റിദ്ധരിപ്പിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയിട്ടുള്ള ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്നിട്ടുള്ള സഹാബിമാരെല്ലാവരും ഏറെക്കുറെ വളരെ പാവങ്ങളായ മനുഷ്യരായിരുന്നു. പാവങ്ങളല്ലാത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ ആ കൂട്ടത്തിൽ വന്നപ്പോൾ അവർക്ക് സമൂഹത്തിൽ ഉണ്ടായ നിലയും വിലയും ഒക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ കുറച്ച് പാവങ്ങളെയും കൊണ്ട് നടക്കുന്ന ഒരു പാവം ഇവനാണിപ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്ന പരിഹാസം ഉയർത്തുകയായിരുന്നു ചെയ്തിരുന്നത്. കാരണം അങ്ങനെ ഇതൊക്കെ നിസ്സാരമാണ് എന്ന് കാണിക്കണം. ഫിർഔൻ മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് വർത്തമാനം ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, ഇവനാണോ അള്ളാഹിന്റെ റസൂൽ? കാരണം അവന് എന്തുകൊണ്ട് വളകളിട്ടിട്ടില്ല, എന്തുകൊണ്ട് മലക്കുകളുടെ അകമ്പടിയില്ല എന്നൊക്കെ. അതേ സമയത്ത് നിഷേധിയായ ഫിറോവിന് ഭയങ്കര സെറ്റപ്പാണ് തന്നെ. ഇങ്ങനെയൊക്കെയുള്ള മനസ്ഥിതി വിളിച്ചു പറഞ്ഞ് ആളുകളെ ആകർഷിക്കുക തെറ്റിലേക്ക്, മലാലത്തിലേക്ക്. ഞങ്ങൾ വലിയ കേമന്മാരാണ്, അള്ളാഹ് അയച്ചിട്ട് ഇവനെന്താ ഇങ്ങനെ, അതുകൊണ്ട് ഇത് റസൂലൊന്നുമല്ല, വെറുതെ പറയുകയാണ് എന്നുള്ള ചിന്താഗതി ആളുകളിൽ ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ടാണ് അബൂജഹല് അത്തരം പാചകങ്ങൾ ഇറക്കിയിരുന്നത് എന്ന് ആണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് പിന്നെ അയാൾ പറയുന്ന കാര്യമോ അതിന്റെ നേർ വിപരീതമാണ്. ആ സംസാരം കേട്ടാൽ തന്നെ അറിയാം ഭയങ്കര പേടിയുണ്ട് റസൂലുള്ളാഹിനെ. ഇൻ കാദല യുളില്ലുന അൻ ആലിഹത്തിന ലൗല അൻ സബർന അലൈഹ. നമ്മുടെ ദൈവങ്ങളുടെ കാര്യത്തിൽ നാം വളരെ ക്ഷമിച്ച് ഉറച്ചു നിന്നില്ലായിരുന്നുവെങ്കിൽ ഇവൻ നമ്മളെ വഴിതെറ്റിക്കുമായിരുന്നു. അഥവാ ഉറച്ചു നിന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവന്റെ വളരെ എന്താ പറയാ മായാജാലത്തിൽ പെട്ട് നമ്മളെല്ലാവരും വഴിതെറ്റിപ്പോയേനെ. അഥവാ ഒരു വാക്കിൽ പറയുന്നത് വളരെ നിസ്സാരമാണ്, ഇവനാണോ ഇപ്പോ റസൂല് എന്നാണെങ്കിൽ അടുത്ത വായിൽ അതേ നാക്കുകൊണ്ട് പറയുന്നത് ഭയങ്കര സംഭവമാണ്, നമ്മളെ ഉറച്ചു നിന്നില്ലായിരുന്നെങ്കിൽ ഇവൻ നമ്മളെ വഴിതെറ്റിക്കുമായിരുന്നു എന്നാണ്. ഇത് ഇക്കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പുച്ഛിക്കുക, വത്സിക്കുക, ആക്ഷേപിക്കുക, തെറി വിളിക്കുക, എന്നിട്ട് പിന്നെ ഇസ്ലാമോഫോബിയ പറഞ്ഞു പരത്തുകയും ചെയ്യുക. ഇസ്ലാമിനെ പേടിക്കുന്നു, നിസ്സാരമാക്കുന്നു, 6-ാം നൂറ്റാണ്ടിലെ കാടൻ വ്യവസ്ഥിതി എന്നൊക്കെ പറയുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നും കൊള്ളാത്തവനാണെന്ന് പ്രചരിപ്പിക്കുക, അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും ഒക്കെ പിച്ചിച്ചീന്തി താറടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെ ഇസ്ലാം ആളുകളെ സ്വാധീനിക്കുമെന്നും അത് വളരുമെന്നും അത് മൊത്തം ലോകത്തെ തന്നെ കീഴടക്കുമെന്നും എന്നൊക്കെയുള്ള നിലയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന നിസ്സാരന്മാരായ, കാടന്മാരായ, അപരിഷ്കൃതരായ ആളുകൾ അവര് ലോകത്തെ എങ്ങനെ സ്വാധീനിക്കാനാണ്? ഈ വൈരുദ്ധ്യം അന്ന് മാത്രമല്ല ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇസ്ലാം ഒന്നിനും കൊള്ളാത്തതാണെന്ന് പറയുകയും ചെയ്യുക, എന്നിട്ട് ലോകത്തത് വല്ലാതെ വളരുന്നുണ്ട് എന്ന് പെരുമ്പറയടിക്കുകയും ചെയ്യുക. അത് തന്നെയാണ് അസുഖം. അള്ളാഹുവിന് പറയാനുള്ളത് വസൗഫ യഅലമൂന ഹീന യറൗനൽ അദാബ മൻ അളല്ലു സബീല. ഇപ്പോ ഇവൻ നമ്മളെ വഴിതെറ്റിച്ചേനെ എന്നൊക്കെ പറയാണ്. എന്നാൽ അള്ളാഹു താക്കീത് ചെയ്തിട്ടുള്ള ഈ ധിക്കാരത്തിന്റെ ശിക്ഷ ഇങ്ങോട്ട് കാണുമ്പോഴുണ്ടല്ലോ, അപ്പൊ ശരിക്കും മനസ്സിലാകും ആരാണ് തെറ്റിയ വഴിയിൽ സഞ്ചരിക്കുന്നത് ഇപ്പോ എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിതെറ്റിച്ചേനെ എന്ന് പറയുന്നത് ആരാണ്? ഏറ്റവും അളല്ലായ ആളാണ്. പക്ഷെ ഇപ്പൊ അംഗീകരിക്കണില്ലെങ്കിലും അന്ന് അംഗീകരിക്കും. അതുകൊണ്ട് ഞങ്ങള് ഇന്നാ കുന്നാ ലാലിമീൻ, അക്രമികളായിരുന്നു, ഇന്നാ കുന്നാ ലാലീൻ, ഞങ്ങള് വഴിതെറ്റിയവരായിരുന്നു എന്നൊക്കെ ഏറ്റു പറയും. സൂറത്ത് മുൽക്കിൽ നമുക്കറിയാലോ, കുല്ലമാ ഉൽഖിയ ഫിഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ഓരോ കൂട്ടത്തെ നരകത്തിലിടുമ്പോഴും മലക്കുകൾ ചോദിക്കും, നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലായിരുന്നോ?
ഖാലൂ ബലാ ഖദ് ജാഅനാ നദീറുൻ ഫകസ്സബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. അതേ വന്നിരുന്നു, പക്ഷേ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വഴിതെറ്റിയിരിക്കുകയാണ്, അല്ലാഹു തആല ഇങ്ങനെയൊന്നും ഇറക്കിയിട്ടില്ല. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങള് വ്യക്തമായ വലിയ വഴികേടിലാണ് നടക്കുന്നത് എന്ന് നബിമാരോട് അങ്ങോട്ട് പറയുകയായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. ഫഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അദ്ദേഹം പറയുന്നതൊന്ന് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകശിക്ഷയിൽ എത്തുമായിരുന്നില്ല എന്നൊക്കെ ശിക്ഷ കാണുമ്പോൾ അവര് പറയാണ്. അങ്ങനെ പല സന്ദർഭങ്ങളും ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ശിക്ഷ കാണുമ്പോൾ ഉള്ള അവരുടെ അവസ്ഥ എന്തായിരിക്കും. 34-ാമത്തെ ആയത്തിലും പറഞ്ഞില്ല, അല്ലദീന യുഹ്ശറൂന അലാ വുജൂഹിഹിം ഇലാ ജഹന്നമ ഉലൈക ശർറും മകാനം വഅളല്ലു സബീല. മുഖത്തിന്മേലായിട്ട് വലിച്ചഴിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന ആളുകൾ, അവരാണ് മോശം സ്ഥാനവും ഏറ്റവും തെറ്റിയ വഴിയിലും ഉള്ളത് എന്ന് അവിടുന്ന് കാണും. ഇങ്ങനെ പല സന്ദർഭങ്ങളുമുണ്ട്. അതൊക്കെ അല്ലാഹു തആല കാണിച്ചു കൊടുക്കും. അപ്പൊ അവർ സമ്മതിക്കും. ഇപ്പൊ വലിയ വീമ്പളക്കിയാലും അന്ന് സമ്മതിക്കും. സമ്മതിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല. അതാണ് ഈ ആയത്തിലടങ്ങിയ താക്കീത്. അള്ളാഹു നമ്മെ എല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وأصحابه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.